ബർത്ത്ഡേയുടെ പേരില് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ബർത്ത്ഡേയുടെ പേരില് ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തുക്കളും ഭാര്യനെയും കൂട്ടിയിട്ട് അന്യ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഇടകലരുന്ന വിധത്തില് കേക്ക് മുറിക്കാൻ ഒരുമിച്ച് കൂടുന്ന ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പരിപാടികളാ തുടങ്ങുന്നത് അല്ലേ? എന്തൊക്കെ പരിപാടികളാ തുടങ്ങുന്നത്? നിങ്ങൾ നോക്കി, ഏകദേശ ചെറുപ്പക്കാരുടെയും വാട്സപ്പ് എടുത്ത് നോക്കിയാൽ അവരുടെ സ്റ്റാറ്റസിൽ ഇതന്നെയാ പരിപാടി. ആരെ ബർത്ത്ഡേ ആണല്ലോ അവന്റെ ഫോട്ടോ എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഇവന്റെ ബർത്ത്ഡേ ഹാപ്പി കിട്ടിയിട്ട് എന്താന്ന് ഇപ്പൊ ഓർക്ക് കിട്ടുന്നില്ലല്ലോ. എല്ലാവരെയും പരിപാടി ഇത് തന്നെ, ഹാപ്പി ബർത്ത്ഡേ പറയാൻ. അല്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ചങ്ങാതിയായിട്ട് സ്വീകരിക്കൂല എന്നുള്ള ബേജാറുള്ളത് പോലെ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്ക് ആഘോഷിക്കാനുള്ളൊരു ബർത്ത്ഡേ ഉണ്ട്. അതാരുടെ ബർത്ത്ഡേയാ? ഒരേ ഒരു നേതാവിന്റെ ബർത്ത്ഡേ. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർത്ത്ഡേ ആണ്. അതല്ലാത്തൊരു ബർത്ത്ഡേയുടെ പിന്നാലെ നമ്മൾ പോകരുതേ ചെറുപ്പക്കാരേ. അതേ നസറാനികളായ പാശ്ചാത്യൻ ചിന്തക്കാര് ചെയ്യുന്ന കേക്ക് മുറിക്കുന്ന പരിപാടി അത് കണ്ടിട്ട് നമ്മളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ആളുകളൊക്കെ പറയുകയോ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഓ ചെറുപ്പക്കാരേ, നിങ്ങൾ കേക്ക് ഭക്ഷിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കേക്ക് തിന്നണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നും പോയി കഴിച്ചോളൂ കേക്ക്, നിങ്ങൾ എന്തും കഴിച്ചോളൂ, അല്ലാഹു ഹലാലാക്കി എന്തും കഴിക്കാൻ പറ്റും. പക്ഷെ ബർത്ത്ഡേയുടെ പേരിലോ അത്തരം പുതിയ പുതിയ അനാചാരങ്ങളെ പേരിലോ അന്യപുരുഷന്മാരുമായി അന്യ സ്ത്രീകളുമായി ഇടകലരുന്ന വിധത്തില് ഹറാമ് ചെയ്യുന്ന പരിപാടി അനുവദിക്കാൻ കഴിയൂല. ചങ്ങാതിയുടെ ഭാര്യനെ കാണല് സുന്നത്താണെന്ന് തോന്നും ചിലരുടെ സംസാരം കേട്ടാൽ. അല്ലെങ്കിൽ ചങ്ങാതിമാരുടെ കൂടെ ഭാര്യമാരെ കൂട്ടിയിട്ട് അന്യപുരുഷന്മാര് പരസ്പരം കലരുന്ന വിധത്തിൽ ടൂറടിക്കുന്ന ചില ചിന്തയില്ലാത്ത ആളുകളുണ്ട്. അരുതേ ചെറുപ്പക്കാര്, സമ്മതിക്കരുതേ ഒപ്പമാരേ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നത് ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒരു വലിയ താല്പര്യമാണ്. അവരെ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകുന്നതിന് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ഭാര്യനെയും കൂട്ടി നിങ്ങൾ എവിടെയും പോയിക്കോളൂ, പക്ഷേ മറ്റുള്ളവന്റെ ഭാര്യനെയും കൂടെ കൂട്ടിയിട്ട് കൂടെ കൂട്ടുന്നതിനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പരസ്പരം കാണുന്ന വിധത്തിലും തൊടുന്ന വിധത്തിലും സംസാരിക്കുന്ന വിധത്തിലും ലജ്ജയില്ലാത്ത നിലക്ക് നമ്മുടെ സമുദായം അതപ്പതിക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അന്യ പെൺകുട്ടികളെ കൂടെ നിന്നിട്ട് ഭർത്താവ് കൂടെയുണ്ട് എന്ന ലൈസൻസ് ഉപയോഗിച്ച് സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കിയിട്ട് സന്തോഷിക്കുന്ന ചെറുപ്പക്കാരായി നമ്മൾ അതപ്പതിച്ച് പോയിക്കൂടാ. ചങ്ങാതിയുടെ ഭാര്യയും നിനക്ക് അന്യ പെണ്ണ, അതെത്ര അടുത്ത സുഹൃത്താകട്ടെ, അവളെ കാണാനോ തൊടാനോ പറ്റൂല. അപ്പൊ ചിലർ ചോദിക്കും, കാണുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ അല്ലേ? കാണുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരെയാണ് പറഞ്ഞത് മാത്രം പൂർത്തീകരിച്ച് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യൻ ലോകത്തേക്ക് വരുമ്പോ അല്ലാഹു അവന് ഹയാ എന്ന് പറയുന്നൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ. ബക്കറ്റ് വരും, ആരും ലജ്ജിക്കണ്ടില്ല. ബക്കറ്റ് വരുമ്പോ നല്ല സന്തോഷത്തിൽ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, ധൈര്യത്തിൽ കൊടുക്കണം, ഒരു പേടിയും പേടിക്കണ്ട. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ 5 പൈസ വേണ്ട, ധൈര്യത്തിൽ പറഞ്ഞു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് നിങ്ങൾ പ്രസംഗിച്ച വകയിൽ 5 പൈസയും തരണ്ട. നല്ല മനസ്സോടെ ഇവിടെയുള്ള സംഘാടകർക്ക് ഇനിയും അടുത്തോല്ലോ പരിപാടി നടത്തണം, നിങ്ങളൊക്കെ നല്ല സഹായമാകണം. അല്ലാഹു നമുക്ക് ഖൈറിന് ധാരാളം തൗഫീഖ് ചെയ്യട്ടെ. നാളെ മഹാനായ ഖുറാത്തങ്ങൾ നേതൃത്വം നൽകുന്ന മജ്ലിസ് ഉണ്ട്, എല്ലാവരും ആ മജ്ലിസിലും എത്തിച്ചേരണം എന്നിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് എന്നെ മടങ്ങട്ടെ. ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അതിങ്ങനെ നഷ്ടപ്പെട്ടങ്ങ് പോകും. തുടക്കത്തിൽ നല്ല ലജ്ജയായിരിക്കും, ആദ്യം കാണാനായിരിക്കും ലജ്ജ.
കാണുമ്പോ ഫസ്റ്റ് കാണാൻ മുന്നിൽ പോകുമ്പോ ഒരു പേടിയായിരിക്കും, അല്ലെങ്കിൽ അവളെ മുഖത്ത് നോക്കാൻ ഒരു പേടിയായിരിക്കും. ആ പേടിയും ലജ്ജയും എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിലോ ആദ്യത്തെ കാണലങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാണൽ ഒരു ഉൾപ്പുണ്ടാകൂല. ഞാൻ പറയുന്നത് സത്യല്ലേ? എല്ലാവരും ഒന്ന് സ്വന്തം ചിന്തിച്ചു നോക്കിയാൽ മതി. ആദ്യം ഒരു അന്യപെണ്ണിനെ കാണുമ്പോ ആ കാഴ്ചയിൽ കാണുമ്പോൾ അവളെ മുന്നിലിറങ്ങാൻ, അല്ലെങ്കിൽ അവൾക്ക് പുരുഷന്റെ മുന്നിലിറങ്ങാൻ ഒരു ചെറിയ ലജ്ജ ഉണ്ടാകും. ഒരു മുസ്ലിയാര് വന്ന് വാതിൽ ബെല്ലടിച്ചാൽ ആ മൊയ്ലിയാരെ മുന്നിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ലജ്ജ, എല്ലാ പെണ്ണുങ്ങന്മാർക്കും ലജ്ജയാ, എല്ലാ സ്ത്രീകൾക്കും ലജ്ജയാ. അങ്ങനെ തന്നെയാ വേണ്ടത്. ഒരിക്കലും ഉസ്താദിന്റെ മുന്നിലാണെന്ന് വിചാരിച്ച് ലജ്ജ നഷ്ടപ്പെടുന്നവരെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകരുത്. ഒരു ഉസ്താദും ഇല്ല, ഒരു നേതാവും ഇല്ല, എല്ലാവരും സമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അന്യ പെണ്ണിനെയും തൊട്ടിട്ടില്ല. ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ആദ്യം മുന്നിൽ ഇറങ്ങാൻ ഒരു ലജ്ജയായിരിക്കും ഉസ്താദിന്റെ. വന്ന് ആരുമില്ല, എങ്ങനെയാ ഗിൽസ് വർക്ക് നടക്കാതിരിക്കുക, പള്ളിയിൽ ഉസ്താദ് വന്നിട്ട് തുറന്നു കൊടുത്തില്ലേ മോശമല്ലേ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെ മറിച്ചിട്ട് പുറത്തിറക്കും. ഒരിക്കലും അങ്ങനെ ഇറങ്ങണ്ടില്ല. പള്ളിയിൽ ഉസ്താദായാലും പള്ളിയിലെ ഖതീബായാലും മറയിൽ എന്ന് പറയണം. നിങ്ങൾ വിചാരിച്ച ആൾ വിടില്ല, തിരിച്ചയക്കണം. അവിടെ പിന്നെ ഞാൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിന്റെ പൊരുത്തക്കേടാകൂലേ? പൊരുത്തക്കേട് എന്നൊന്നും പറഞ്ഞാൽ ഉസ്താദോ അല്ലെങ്കിൽ മൊയ്ലിയാരോ തങ്ങളൊന്നും കൊടുക്കുന്നതല്ല ഈ സാധനം. അള്ളാഹുവിന്റെ അടുക്കലാ പൊരുത്തം വേണ്ടത്, അല്ലാതെ മൊയ്ലിയാരെ കയ്യിൽ നിന്നല്ല എന്ന് വിചാരിച്ച് മൊയ്ലിയാരെ നിസാരപ്പെടുത്തിയാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വന്നാളെ നിസാരപ്പെടുത്തിയാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു അന്യപുരുഷന്റെയും മുന്നിൽ നമ്മൾ ഇറങ്ങേണ്ടതില്ല. ഒന്നുകൂടി ഞാൻ പറയാം, അങ്ങനെ മറിച്ച് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ലജ്ജ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഉസ്താദ് വന്നാൽ അമ്മറലേശാവും. മൂന്നാമത്തെ ദിവസം നോക്കിയാ പിന്നെ മറ ഉണ്ടാകൂല. നമ്മളെ നാട്ടിലൊക്കെ ഓരോരുത്തരും സ്വന്തം ചിന്തിച്ചായി അയാളെ പെണ്ണുങ്ങൾ എങ്ങനെയാ, അയാളെ ഭാര്യ എങ്ങനെയാ, അല്ലെ എന്റെ ഭാര്യ എങ്ങനെയാണെന്നും ചിന്തിക്കേണ്ട, സ്വന്തം ആലോചിച്ചാൽ മതി അല്ലേ? അങ്ങനെ പിന്നെ വരുമ്പോ പിന്നെ തലയിൽ തട്ടുണ്ടാകൂല. അങ്ങനെ ലജ്ജ ഊരിപ്പോകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അതിനെന്ത് വേണം? തുടക്കം മുതലേ കാത്തു സൂക്ഷിച്ചോളണം. ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പരിപാടിക്കും നിൽക്കരുത്. അന്യപുരുഷനും അന്യ സ്ത്രീകളും ഇടകലരുന്ന പരിപാടിയാണോ? ആ കല്യാണത്തിന് പങ്കെടുക്കരുത്. ഞാൻ വരൂല എന്ന് തറപ്പിച്ച് പറയണം. അന്യ പെണ്ണ് വരുന്ന കല്യാണമാണ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളുള്ള കല്യാണം ഇല്ലാതിരിക്കൂല. മറയില്ലാത്ത കല്യാണമാണെങ്കിൽ ഞാൻ ആ കല്യാണ വീട്ടിൽ പങ്കെടുക്കൂല എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള കമ്മിറ്റി ഭാരവാഹികൾ വേണം. അതിന് കെൽപ്പുള്ള നേതാക്കൾ വേണം. നമ്മുടെ നാട്ടില് ഗാനമേള നടക്കുന്ന കല്യാണ വീടാണെങ്കിൽ ബഹിഷ്കരിക്കുന്ന മഹല്ല് കമ്മിറ്റി പറയണം. അവിടെ എന്തിനാ മഹല്ല് കമ്മിറ്റി പേടിക്കേണ്ടത്? ഒരു പണക്കാരനെയും പേടിക്കരുത്. അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഒരു മനുഷ്യനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഹറാമ് ചെയ്യുന്ന കല്യാണ വീടാണോ ബഹിഷ്കരിക്കൂന്ന് പറയണം. കമ്മിറ്റിക്കാര് പറയണം. കമ്മിറ്റിക്ക് പേടിയാണോ? നാട്ടിലെ നേതാക്കൾ പറയണം. പള്ളിയിലുള്ള നേതാക്കന്മാര് പറയണം. പ്രായം ചെന്ന ഉപ്പമാര് പറയണം. അല്ലാതെ ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇതൊന്നും ഇല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പ്രായം ചെന്ന താടിയും മീശയും നരച്ച നമ്മൾ കൂറുനിന്ന് കൊടുക്കലല്ലേ? മറിച്ച് ചെറുപ്പക്കാരോട് പറയണം, ഇത്തരം തോന്നിവാസം ചെയ്യുന്ന കല്യാണ വീടായി ഞങ്ങളെ നാട്ടിലെ കല്യാണ വീട് മാറുകയാണെങ്കിൽ ഈ കല്യാണം നീ പുറത്തു പോയി നടത്തിക്കോ. ഞങ്ങളെ നാട്ടിൽ പറ്റൂല എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാകണം. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ഉളുപ്പ്, ലജ്ജ എന്ന് പറയുന്നത് അതറിയാതെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞു പോകും. അത് കഴിയുന്നതിന്റെ മുമ്പ് ആ കെട്ട് മുറുക്കി അവിടെ കെട്ടണം എന്നാ ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ അത് എല്ലാ മേഖലയിലും വേണം, എല്ലാ മേഖലയിലും നമുക്കുണ്ടാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അൽ ഹയാഉ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈമാനിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് ഹയാ കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒന്നുകൂടി ഞാൻ പറയാം. അന്യപുരുഷന്മാരിടകലരുന്ന വിധത്തില് നമ്മളെ പെൺകുട്ടികളെ പഠിക്കാനേക്കാനെന്ന പേരില് വിദേശ രാജ്യത്തേക്ക് പോയി അധ്വാനിച്ച് പണമുണ്ടാക്കിയിട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആവശ്യത്തിന് മകളെ പഠനത്തിനല്ലേ എന്ന് ചിന്തിച്ചിട്ട് ചോദ്യമില്ലാതെ പണമയച്ചു കൊടുത്തിട്ട് പെൺകുട്ടികൾക്ക് തോന്നിവാസത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഉപ്പമാരായി നമ്മൾ അതപ്പതിച്ച് പോയിക്കൂടാ. പെൺകുട്ടികൾ പഠിക്കണം, പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പഠനം അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച്
ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുകളുള്ള ഏറ്റവും വലിയ അറിവായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പെണ്ണാണ് മഹ്ദി ബീവി ആയിഷ. അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല, അറിവുണ്ടാകൽ മഹത്വം തന്നെയാണ്. പക്ഷേ ആ മഹത്വം ലഭിക്കാൻ വേണ്ടി തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. അന്യപുരുഷന്റെ കൂടെ കലർന്ന് ഏതെങ്കിലും ബാംഗ്ലൂരിലോ മംഗലാപുരത്തോ ബസ്സിലേക്ക് അന്യപുരുഷന്റെ കൂടെ ബാപ്പമാര് കയറ്റിക്കൊടുക്കുന്നവരായി നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മൾ ലൈസൻസ് കൊടുത്താൽ അവരെ ലജ്ജ ഊരിപ്പോകാൻ അത് കാരണമായി പോകും. പിന്നെ അവള് മുഖത്ത് നോക്കിയിട്ട് ഉപ്പാ എനിക്ക് നിങ്ങള് വേണ്ട, നിങ്ങൾ എത്ര ചോര നീരാക്കി അധ്വാനിച്ചിട്ടും കാര്യമില്ല, എന്നെ നിങ്ങളെക്കാളൊക്കെ സ്നേഹിക്കുന്ന ഇന്നാലിന്നൊരു കളവനുണ്ട്, എനിക്ക് അവനെ വേണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ വിരല് കഴിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. പറഞ്ഞത് മറന്നുപോയോ? മഹദിയായ ബീവി ആയിഷ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ വീട്ടിൽ നിൽക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിലേക്ക് അതാ ഒരു ഉമ്മ വരുന്നു. മഅഹാ ഇബ്നതാനി ലഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. അല്ല, വന്ന വീട്ടിലേക്ക് വന്ന പെണ്ണിന്റെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. ഇബ്നതാനി ലഹാ, ആ ഉമ്മയുടെ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെയും വീട്ടിലേക്ക് കൂട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു സഹായം വേണമെന്ന് ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, ഗൈറ തംറത്തിൻ വാഹിദ, കൊടുക്കാൻ ഒരൊറ്റ തംറത്ത് മാത്രമേ, ഒരൊറ്റ കാരക്കേ എന്റെ കയ്യിലുള്ളൂ, ഒരൊറ്റ ഈത്തപ്പഴമേ എന്റെ കയ്യിലുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചാൽ മടക്കാത്ത ഉമ്മയാ. ഉമ്മമാരെ, ആര് ചോദിച്ചു വന്നാലും കൊടുക്കണേ. അവിടെ പിന്നെ നമ്മൾ തറവാട് ചോദിക്കേണ്ടതില്ല, അവിടെ പിന്നെ നമ്മൾ അവരുടെ ഡീറ്റെയിൽ അധികം എടുക്കേണ്ടതില്ല. ചോദിച്ചു വന്നാൽ കൊടുത്തോളണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ചോദിക്കുന്നവര് ചിന്തിക്കേണ്ടതാണ്, പരമാവധി മറ്റൊരാളോട് ചോദിക്കാതെ ജീവിക്കണം. ഇതാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ ലോകസിട്ടാവായ റബ്ബിനോട് ചോദിച്ചോ. ജനങ്ങളോട് ചോദിക്കുന്ന പരിപാടി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരോട് ചോദിക്കാതെയാ ജീവിക്കേണ്ടത്. സ്വന്തം കാര്യത്തിന് ആരെ മുന്നിലും കൈനീട്ടരുത്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം നീ ഞങ്ങളെ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ. ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് നീ ഞങ്ങളെ ജീവിതത്തിൽ തന്നേക്കരുത് റഹ്മാനെ. ഒരു ചെറിയ നിമിഷം വേണ്ടു ഈമാനുള്ള മുഅ്മിനീങ്ങളെ. എന്റെ വീട്ടിലെ മൗലിദ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് ഒരാൾ വന്നു. ഞാനന്ന് മലപ്പുറം ജില്ലയിൽ പരിപാടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഉസ്താദ് ഇവിടെ പാറക്കടവിൽ വരുന്ന തിരക്കിലാണ് ബാപ്പ. അന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബാപ്പനെ കാണണം, ബാപ്പ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാണ്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അയാൾ വീട്ടിലേക്ക് കയറിയിരുന്നു. ബാപ്പന്റെ അടുക്കൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ 10 വയസ്സുള്ള ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെ, നല്ല സാമ്പത്തിക ശേഷിയുള്ളയാളാണ്. സിറാജുൽ ഹുദക്ക് വലിയ സഹായം തന്ന ആളാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് എല്ലാ അഭിവൃദ്ധിയും നീ തന്നെ നൽകണം റഹ്മാനേ. 10 വയസ്സുള്ള മകനെയും കൂട്ടി വന്നിട്ട് ബാപ്പനോട് പറഞ്ഞു, മന്ത്രിച്ചു തരണം. എന്തിനാണ്? 10 വയസ്സ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ക്യാൻസറാണ്. ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠനമൊക്കെ നിന്നുപോയി, ദുആ ചെയ്യണം. ഇത് പറയുമ്പോ അയാളെ കണ്ണിൽ വെള്ളം നിറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ബാപ്പന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം മന്ത്രിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മകന്റെ അടുക്കൽ നിന്ന് അല്പം മാറി നിന്ന് എന്റെ കൈ പിടിച്ചിട്ട് അടുത്തേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നൊരു സുഹൃത്തിനെ പോലെയാ കാണുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഹജ്ജിനുണ്ടായിരുന്നു. കൈ പിടിച്ചിട്ട് ഈ പാവം എന്നോട് പറയാണ്, എന്നെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ, നല്ല സാമ്പത്തിക ശേഷി എന്റെ റബ്ബിന് തന്നിട്ടുണ്ട്. ഫർണിച്ചർ ഷോപ്പുകൾ എണ്ണാൻ മാത്രം എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മകനെ ചികിത്സ നടത്തിയിട്ട് ഞാനിപ്പോ വലിയ കടക്കാരനാണ്. ഇതുവരെ നല്ല ഇസ്സത്തിൽ ജീവിച്ച ആളല്ലേ ഞാൻ. എനിക്ക് ആരെങ്കിലും മുന്നിൽ കൈ നീട്ടാനുള്ള ഒരവസ്ഥയുണ്ടോ, ഒരവസരമുണ്ടോ? നമ്മളെ
ഇസ്സത്തിനത് യോജിക്കില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് ആ സാധുവിന്റെ കണ്ണിൽ നിന്ന് കള്ളമുഖതെ കണ്ണുനീരൊലിക്കുന്നത് കണ്ടപ്പോ വലിയ വിഷമം തോന്നിപ്പോയി. അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ, എല്ലാ കടവും നീ വീട്ടി കൊടുക്കണേ അല്ലാ, ആ കുട്ടിയുടെ രോഗം നീ പൂർണ്ണമായി മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയോ ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മോമിനീങ്ങളെയോ മോമിനാത്തുകളെയോ അത്തരം രോഗങ്ങളോ അത്തരം വിഷമങ്ങളോ തന്നു നീ പരീക്ഷിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. ഈമാനുള്ള മോമിനീങ്ങളെ ചെറിയ സമയമേ വേണ്ടൂ. ഏത് അഭിവൃദ്ധിയും റബ്ബങ്ങ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാനുള്ളതേ നമ്മളെ കയ്യിലുള്ളൂ. ആ റബ്ബ് ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരഭിവൃദ്ധിയും നമ്മളെ കയ്യിലില്ല, ഒരു ഷോപ്പും നമ്മളെ കയ്യിലില്ല, ഒരു കച്ചവടവും നമ്മളെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ ചോദിച്ചു വരികയാണ്. ഇസ്ലാമിന് ചോദിച്ചു പോകല് വളരെ അത്യാവശ്യത്തിന് മാത്രം ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞാൻ ചോദിച്ചു വന്നാലോ അവിടെ പിന്നെ അയാളോട് നീ ആരമോളാണെന്ന് ചോദിക്കരുത്, ആരമോനാണെന്ന് ചോദിക്കരുത്, എന്താ പരിപാടി എന്ന് ചോദിക്കരുത്. കാരണം വലിയ ലജ്ജയിലും വിഷമത്തിലും ചിലപ്പോ കൈ നീട്ടി വരുന്ന ആളുകളോട് നീ ആരമോനാണെന്ന് ചോദിക്കുമ്പോ തറവാട് പറയാൻ നല്ല ഇസ്സത്തിൽ ജീവിക്കുന്ന മനുഷ്യന് വലിയ വിഷമമാ, വലിയ ടെൻഷനാ. അത്തരം ആളുകളോട് കൂടുതൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ചോദിച്ച് വരുന്നവരെ നീ സഹായിച്ചു. അപ്പൊ ചിലർക്കൊരു സംശയം, ഒരു ആവശ്യമില്ലാതെ വന്ന് ചോദിക്കുന്നതാണെങ്കിലോ അത് നീ നോക്കേണ്ടതില്ലേ? നീ അയാൾക്ക് കൊടുക്കുന്നത് അയാൾ നിന്റെ പണം വാങ്ങിപ്പോയിട്ട് എന്തെങ്കിലും പിന്നീട് നിന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ? ആണോ? നമ്മളെ വീട്ടിൽ യാചിച്ച് വരുന്ന ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത് 4 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും വീട്ടിൽ ആവശ്യം വരുമ്പോ അവനെ വിളിച്ചാൽ അവൻ വീട്ടിൽ വന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. പിന്നെ എന്തിനാ നമ്മളെ വീട്ടിൽ കൈനീട്ടി യാചിച്ച് വരുന്നവരെ സഹായിക്കുന്നത്? അള്ളാഹുവിന്റെ സഹായം കിട്ടാനാണ്. അവിടെ പിന്നെ നീ കുത്തി അന്വേഷിച്ചവനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ആര് ചോദിച്ചാലും കൊടുക്കണം, അത് തന്നെയാ ഇസ്ലാം പറഞ്ഞത്. ചോദിച്ചവർക്ക് കൊടുത്താൽ അതൊരിക്കലും ചുരുങ്ങിപ്പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങളെ സമ്പത്തിൽ നിന്ന് ചുരുങ്ങിപ്പോകൂല. നിങ്ങൾ സദഖ ചെയ്തതിന്റെ കാരണത്താൽ ഒരു നയാകാശ് നിങ്ങൾക്ക് ചുരുങ്ങിപ്പോകൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ധൈര്യത്തിൽ കൊടുത്തോ. അപ്പൊ ചോദിക്കും, അതെങ്ങനെ അല്ലാഹു തരല്? ഇതുവരെ തന്നതൊക്കെ നിന്റെ അറിവ് കൊണ്ടാ? ഇതുവരെ കിട്ടിയതൊക്കെ നമ്മളെ കഴിവുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, നല്ല എംഎയും നല്ല ബിരുദാനന്ദ ബിരുദവും നേടിയിട്ട് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? എന്നാ 4ാം ക്ലാസ്സിൽ പഠിച്ച് 4ാം ക്ലാസ് പഠനം കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രായത്തുമ്പോഴേക്കും അപ്പയും ഉമ്മയും കയറ്റി വിട്ടതാ. അൽഹംദുലില്ലാ, പ്രായവും നോക്കിയാൽ വളരെ ചെറുതാണ്. പോയത് വളരെ ചെറിയ പ്രായത്തിലാണ്. വിദ്യാഭ്യാസം നോക്കിയാൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്, 5ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അയാളെ കഴിവ് കൊണ്ടാണോ അല്ലാഹു അദ്ദേഹത്തിന് പണം കൊടുത്തത്? ഈ വലിയ എംഎയും ബിഎഡും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എല്ലാ വിദ്യാഭ്യാസവും നേടിയവൻ അയാൾ ഒരുപാട് കാലമായി വിദേശത്ത് പോകുന്നു. ഇതുവരെ എംഎ ആയിട്ടോ അല്ലെങ്കിൽ എംബിഎ വാങ്ങിയിട്ടോ ഒന്നും ഇയാൾക്ക് സമ്പാദിച്ചതായി പറയാൻ നമ്മൾ കാണുന്നില്ലല്ലോ. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എംഎ കാരനാണോ എന്ന് നോക്കിയിട്ടല്ല റബ്ബ് കൊടുക്കുന്നത്, ബിഎ കാരനാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ റബ്ബ് കൊടുക്കുന്നത്, എംബിഎ കാരനാണോ എന്ന് നോക്കിയിട്ടല്ല റബ്ബ് കൊടുക്കുന്നത്. റബ്ബിന്റെ കൊടുതി പ്രതീക്ഷിച്ചങ്ങ് പോയിക്കോ. നീ റബ്ബിനോട് ചോദിച്ചു, അള്ളാഹിനോട് ചോദിച്ചാലോ അള്ളാഹ് കൊടുക്കുന്നവനാണ് എന്നാ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനോടാ നമ്മൾ ചോദിക്കേണ്ടത്, ജനങ്ങളോടല്ല. കുടുങ്ങിയിട്ട് ഒരാൾ ചോദിച്ചാൽ നീ കൊടുക്കാനും മടിക്കണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് ഈ ഉമ്മ ചോദിക്കുമ്പോ 2 പെൺകുട്ടികളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. 2 പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ഉമ്മ വന്നിട്ട് കൊടുക്കാൻ ഒന്നും ഇല്ലാതെയായി പോയല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തംറത്തിൻ വാഹിദ, വീട്ടിൽ ഒരൊറ്റ ഈത്തപ്പഴമല്ലാതെ ഒറ്റ കാരക്കയല്ലാതെ വീട്ടിലില്ല.
അതെടുത്തിട്ട് ആ ഉമ്മയുടെ കയ്യിലങ്ങ് കൊടുത്തു. അതങ്ങ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. ആ ഉമ്മയുടെ കയ്യിലായി തപ്പഴം കിട്ടിയപ്പോ 2 ചീന്താക്കിയിട്ട് അതങ്ങ് ചീന്തിയെടുത്തു. ഒരു കഷ്ണം ഒരു മകൾക്ക് കൊടുത്തു, മറ്റേ ഭാഗം മറ്റേ മകൾക്ക് കൊടുത്തു. ഫലം തഅ്കുലു മിൻഹാ ശൈആ. ആ ഉമ്മ അതിൽ നിന്നൊരു ഭാഗം പോലും, ഒരു നാര് പോലും എടുത്ത് ഭക്ഷിച്ചില്ല. മക്കളെയും കഴിപ്പിച്ചിട്ട് ആ ഉമ്മ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിപ്പോയി. കാരണം വിശന്നിട്ടല്ലേ ആ ഉമ്മ എന്നോട് ഭക്ഷണം ചോദിച്ചത്. ഞാൻ ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴയുള്ളത്, ഒരു കാരക്കയുള്ളത്. ഞാൻ അത് കൊടുത്തപ്പോ ആ ഉമ്മ ഒരു ചീന്ത് പോലും എടുക്കാതെ അത് പകുതിയാക്കിയിട്ട് 2 മക്കൾക്കും കൊടുത്തിട്ട് ആ ഉമ്മ അങ്ങ് ഇറങ്ങിപ്പോയപ്പോ വല്ലാത്ത ടെൻഷനായി പോയി. ആ ഉമ്മക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ചീന്ത് പോലും ബാക്കിയില്ലാതെ ആയി പോയല്ലോ. ആ വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ അടുക്കലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വന്നു. ഫഹദ്ദത്തുഹു ഹദീസാ. ആ ഉമ്മയുടെ കഥ ഞാനങ്ങ് വിവരിച്ചു കൊടുത്തു. ആ ഉമ്മയുടെ വിഷമം ഞാനങ്ങ് വിവരിച്ചു കൊടുത്തു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പെൺകുട്ടികൾ മാത്രമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഉപ്പമാരുണ്ടോ? ഇതൊക്കെ എനിക്ക് ഭാരമാകൂന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഈ പെൺകുട്ടികളെയൊക്കെ ഞാൻ തന്നെയല്ലേ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന വിവരമില്ലാത്തവരുണ്ടോ? ചിന്ത കുറഞ്ഞവരുണ്ടോ? നബി തങ്ങളെ വാക്ക് നമുക്ക് പാഠമാണ്. ഭാര്യ പ്രസവിച്ചത് 3 പെണ്ണാണ്. പിന്നെ ഭാര്യനോട് ചോദിക്കാണ്, അല്ലടി നിനക്ക് ഈ പെണ്ണിനല്ലാതെ ജന്മം കൊടുക്കാൻ അറിയില്ലേ? അത്തരം അതപ്പതിച്ച ചോദ്യം ചോദിക്കുന്ന ധിക്കാരികളെ കൂട്ടത്തിൽ നമ്മളെ പെട്ടുപോകരുതേ ഉപ്പമാരെ, പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ. എവിടെയാണ് ബറക്കത്തെന്നറിയൂല, എവിടെയാ റബ്ബ് നമുക്ക് കാവല് കണക്കാക്കിയതറിയൂല. മാക്കാന അബാബഹദിം അതിമാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹിയായി നിയോഗിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി, അത് ആണിന്റെ വാപ്പയല്ല, ഒരു പുരുഷന്റെ വാപ്പയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് മോശമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനെക്കുറിച്ച് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പാറക്കടവിൽ വെച്ച് ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. വലിയ പുരുഷന്മാരായ അതേ ആണുക്കള് റസൂലുള്ളാഹിന്റെ മക്കളെ കൂട്ടത്തിലില്ല. ആൺകുട്ടികൾ ജനിച്ചതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വഫാത്ത് പോയി. ഇരിക്കട്ടെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നതാരാ ഉമ്മ? താങ്ങും തണലുമായി നിന്നതാരാണ് ഉപ്പ? മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലേ? ഏത് പെൺകുട്ടിയാണ്, ഏതാൺകുട്ടിയാണ് എനിക്ക് തണലാകേണ്ടത്? നമുക്ക് പറയാൻ അറിയൂല. എന്റെ റബ്ബെനിക്ക് തന്നതൊക്കെ ഖൈറാണ്. ആൺകുട്ടിയാണെങ്കിൽ ഖൈറാണ്, പെൺകുട്ടിയാണെങ്കിൽ ഖൈറാണ്, ഓപ്പറേഷൻ ആണെങ്കിൽ ഖൈറാണ്, സുഖപ്രസവമാണെങ്കിലും ഖൈറാണ്, ഒക്കെ ഖൈറാണ്. എന്റെ റബ്ബിനാണ് എനിക്ക് ഖൈററിയുന്നത്. എനിക്ക് ഖൈററിയൂല, ശർററിയൂല. ഇതുറച്ച് വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിനെന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. മനുബ്തുലിയൽ ബനാ വനുബ്തുലിയ മിനൽ ബനാതി ബിശൈഇ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിദ്റൻ മിനൻ നാർ. ആരെങ്കിലും പെൺകുട്ടികൾ കൂടുതലാണ്, ആൺകുട്ടികൾ
ആൺകുട്ടികളില്ല, അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ കൂടുതലാണ്. ഈ നിലക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിട്ടോ അല്ലാതെയോ വിഷമിക്കുന്ന ഏതെങ്കിലും ഉമ്മമാരുണ്ടോ, ഏതെങ്കിലും ഉപ്പമാരുണ്ടോ? ഹബീബായ നബി തങ്ങളെ വാക്ക് എത്ര വലിയ സന്തോഷമുള്ള വാക്കാണ്. ആരെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കവരോട് പറയൂല. നിനക്കാണായി ജനിച്ചിരുന്നെങ്കിൽ എത്ര ഗുണമായിരുന്നു മോള്, നീ ആണായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിദേശത്തേക്കുമായിരുന്നില്ലേ, നിനക്ക് ജോലി ചെയ്തിട്ട് എന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ലേ, നീ വിദേശത്ത് പോയി പണം ഉണ്ടാക്കുമായിരുന്നില്ലേ? അതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും അവളോട് ചോദിക്കാറില്ല. എനിക്ക് റബ്ബ് തന്ന നീതിയാണ് മോളെ എന്ന് മാത്രം മോളോട് നല്ല നിലക്ക് സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയുന്ന ഉപ്പ, നല്ലത് മാത്രം ചെയ്തു കൊടുക്കുന്ന ഉമ്മ. ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് നരകത്തിൽ വലിയ മറയാണ് കിട്ടൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും വളർത്തിയാൽ കുന്നലഹു സിത്റം മിനന്നാർ, ആ പെൺകുട്ടികള്, ആ പെങ്ങന്മാര്, നിന്റെ വീട്ടിലുള്ള പെങ്ങന്മാര് പെൺകുട്ടികള് സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മറയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളോട് നല്ല കാരുണ്യം വേണം. പെൺകുട്ടികൾ ജനിക്കുമ്പോ എന്റെതൊക്കെ പെൺകുട്ടിയായി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. ആൺകുട്ടികൾ ജനിക്കുമ്പോ എന്റെതൊക്കെ ആൺകുട്ടികളായി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. മറിച്ച് എനിക്ക് കിട്ടിയതൊക്കെ ഖൈറാണ്, അത് ഉറച്ചു വിശ്വസിക്കണം. അവിടെയാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഈമാൻ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, പറഞ്ഞത് മറന്നുപോയോ? ചോദിക്കുമ്പോൾ ചോദിക്കേണ്ടത്, നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങൾ പറയാണ്, നീ അല്ലാഹുവോട് ചോദിച്ചോ. നീ സഹായം തേടുകയാണെങ്കിൽ ലോകസിദ്ധാവായ റബ്ബിനോട് നീ സഹായം തേടിക്കൂ. അത് തന്നെയല്ലേ നമ്മൾ നിസ്കാരത്തിലും അല്ലാഹുവോട് തേടുന്നത്. അല്ലാഹുവിനോട് എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനോട് സഹായം തേടുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി പറഞ്ഞത്, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്ക്കാണ് സ്തുതി. മുഹീദ്ദീൻ ശൈഖിന് സ്തുതിയാണ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫാത്തിഹ ഓതുമ്പോ ചിലപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതിയിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതിയിട്ടുണ്ട്. അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നത് ആരോടാ? ലോകസിദ്ധാവായ റബ്ബിനോടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും അധിപൻ അവൻ മാത്രമാണ്. അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ പടച്ചു തരുന്നവനുള്ളൂ. ഒരു കാര്യവും ഒരു നബിയും പടക്കൂല, ഒരു മലക്കും പടക്കൂല, ഒരു വലിയും പടക്കൂല, ഒരു സാലിഹും പടക്കൂല, ഒരു മുതഅല്ലിമും പടക്കൂല, ഒരാളും പടക്കൂല. പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, സിദ്ധാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിനെ മുൻനിർത്തിയിട്ടാ നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഉടനെ ഈമാനുള്ളവനും വിശ്വാസമുള്ളവനും പറയും, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്? അല്ലാഹുവിനോടല്ലേ ചോദിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കുമ്പോ പിന്നെ സ്വലാത്തിന്റെ ആവശ്യമുണ്ടോ?
അള്ളഹാനോട് ചോദിക്കുമ്പോ പിന്നെ സ്വലാത്തിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ സ്വലാത്ത് ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ മുസ്ലിമീങ്ങളെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് സലാം പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നത്? വഇൻ ശിഅ്തൽ ഖബൂല ഫി ദഅവാതി ഫതഖ്തിം ബിസ്സലാത്തി അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ദുആ ഒന്ന് കബൂലായി കിട്ടണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? വഇൻ ശിഅ്തൽ ഖബൂല ഫി ദഅവാതി, ഈ കബൂൽ പ്രതീക്ഷിച്ചിട്ട് അല്ലാഹുവോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫതഖ്തിം ബിസ്സലാത്തി അലാ മുഹമ്മദി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിച്ചു. അതുകൊണ്ട് ആ സർവ്വ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു ദുആ ചെയ്യുമ്പോൾ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്, അവസാനിപ്പിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഒരാ ദുആഇന്റെ മധ്യത്തിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ദ്വാരക്കുമ്പോ ആ ദുആഇന്റെ ഇടയിൽ 3 വട്ടം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഫിഖ്ഹിന്റെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥാവിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് ദുആഇയുടെ ഇടയിൽ. അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ആർക്കുള്ളതാ? അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവുമായുള്ള മുനാജാത്താണ്. അല്ലാഹുവുമായുള്ള സംഭാഷണത്തിൽ എന്തിനാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയുന്നത്? ഈമാനും ഈ നിസ്കാരവും ഈ കർമ്മവും ഒക്കെ എനിക്ക് കാരണമാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻപല്ല് സമ്മാനിച്ച് ദീന് വളർത്തിയത് കൊണ്ടാ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹു തന്നെ പഠിപ്പിച്ചു, നിസ്കാരത്തിൽ നിങ്ങൾ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം പൂർത്തിയല്ല. അല്ലാഹുമായുള്ള മുനാജാത്ത് പൂർത്തിയാകണമെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ വിളിച്ചൊന്ന് സലാം പറയണേ. ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്, നിസ്കാരം അല്ലാഹുക്കുള്ളതാണ്. എന്നാൽ അതിലും ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിനൊരു സലാം. അത് റബ്ബിന്റെ അടുക്കൽ മഖബൂലാകാൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഒന്ന് സ്വീകരിക്കപ്പെടാൻ അനിവാര്യമാണ്. ഇരിക്കട്ടെ, ചോദിക്കുമ്പോൾ ജനങ്ങളോടല്ല ചോദിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹനെ മുൻനിർത്തിയിട്ട് നീ സഹായം ചോദിച്ചു. ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാലല്ലേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅലം, ഓ ഇബ്നു അബ്ബാസ് നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത്, എല്ലാ അങ്ങയുടെ സമുദായം മുഴുക്കെ ഒന്നിച്ചു അലാ അൻ യൻഫഉക ബിശൈഇൻ, ഒരു കാര്യത്തിൽ ഓ ഇബ്നു അബ്ബാസ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായം മുഴുക്കെ ഒന്നിച്ചു. എന്തിനാ? ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ നിങ്ങളെ സഹായിക്കാനാണ് ഈ ഉമ്മത്ത് മുഴുവനും ഒരുമിച്ച് കൂടിയത്. ലം യൻഫഉക, ഓ ഇബ്നു അബ്ബാസ് നിങ്ങൾക്കത് സഹായമാകൂല. ആരൊരുമിച്ച് കൂടിയാൽ ഈ സമുദായം മുഴുക്കെ ഒന്നിച്ച് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാലും ലം യൻഫഉക, നിങ്ങൾ അവർക്കാർക്കും സഹായിക്കാൻ കഴിയൂല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ ലോകത്തൊരു മനുഷ്യനും നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. ഈ സമുദായം വെറും അതേ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, മദീനയുള്ള ജനങ്ങൾ മാത്രമല്ല, ലോകം മുഴുക്കെ ഒന്നിച്ചു. എന്തിനാ ഒന്നിച്ചത്? നിങ്ങളെ ഒന്ന് സഹായിക്കാനോ. ലം യൻഫഉക, നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ലോകത്തിന് സാധിക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിലുള്ള സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എല്ലാ ക്യാമറയും സംവിധാനവും ഉണ്ട്, പക്ഷേ കടയിൽ കളവിന് യാതൊരു കുറവുമില്ല. കടയിൽ യാതൊരു കളവിനൊരു കുറവുമില്ല.
പണം നല്ലോണം കടയിലേക്ക് വരുന്നുണ്ട്, എങ്ങനെയാ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ക്യാമറയെ വെല്ലുന്ന കള്ളനാണ്. ദുആ ചെയ്യണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നബി തങ്ങളെ വാക്ക് മനസ്സിലാക്കി വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഓ ഇബ്നു അബ്ബാസ്, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഓ ഇബ്നു അബ്ബാസ്, സമുദായം മുഴുക്കെ നിങ്ങളെ സഹായിക്കാൻ ഒരുമിച്ചുകൂടി, എന്നാലും അല്ലാഹ് കണക്കാക്കിയതല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്കും കഴിയൂല. ഇബ്നു അബ്ബാസ് തങ്ങളെ ആരോടായത് പറയുന്നത്? വെറും ഇബ്നു അബ്ബാസ് തങ്ങളോടല്ല, പിൽക്കാലത്ത് വരുന്ന എന്നോടും നമ്മളെ പോലെയുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും ഉപദേശിക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി നിർത്തിയില്ല. ലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈഹി. ഈ സമുദായം ഒന്നടങ്കം തീരുമാനിച്ചു നിങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് കളയണം. ഈ സമുദായം ഒന്നിച്ചങ്ങ് തീരുമാനിച്ചു, എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് കളയണം. കഴിയൂല ഇബ്നു അബ്ബാസേ. അല്ലാഹു തആല കണക്കാക്കിയ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. അതിനേക്കാൾ കൂടുതൽ ഒരു ബുദ്ധിമുട്ട് ലോകത്താര് തീരുമാനിച്ചാലും ഏത് രാഷ്ട്രീയക്കാരൻ ഭരിച്ചാലും ഒരു നേതാവിനും കഴിയൂല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് പ്രത്യേകം പറയുന്നു, ഏത് രാഷ്ട്രീയക്കാരനെയാണെങ്കിലും നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും എനിക്ക് വിരോധമില്ല. തിരിച്ച് മറ്റുള്ള രാഷ്ട്രീയക്കാരനെ തെറി വിളിക്കുന്ന സ്വഭാവം അത് മുഅ്മിനിന്റെ നാവിന് യോജിച്ചതേ അല്ല. അപ്പൊ ചിലര് പറയും, മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിഷമല്ലേ ഇപ്പം ഭരണം കൊണ്ട്. ഓ മുഅ്മിനായ മനുഷ്യ, ഈമാനുള്ളവരെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹ് കണക്കാക്കിയതിനേക്കാൾ അപ്പുറം ഒരു മനുഷ്യനും നിനക്ക് കണക്കാക്കിയ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഉപകാരം ഉണ്ടാക്കി തരാനോ ഒരു ഭരണാധികാരിക്കും കഴിയില്ല, ഒരു മുതലാളിക്കും കഴിയില്ല, ഒരു തൊഴിലാളിക്കും കഴിയില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചോളൂ, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല. അതുകൊണ്ട് എനിക്ക് തുറന്നു പറയുന്നതിന് പേടിക്കേണ്ടതില്ല. ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചോളൂ, ഒരു രാഷ്ട്രീയത്തിലും കയറിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനെയും തെറി വിളിക്കുന്ന സ്വഭാവം മുസ്ലിം നാമധാരികളായ വിശ്വാസികൾക്ക് യോജിച്ച പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കരുതേ ചെറുപ്പക്കാരെ. നല്ല രക്തം നിളക്കുന്ന സമയത്ത് ചിലപ്പോൾ വിജയം കൈവരിച്ചാൽ അല്ലെങ്കിൽ തോൽവി വന്നാൽ മറ്റുള്ളവനെ നിസാരപ്പെടുത്താനും മറ്റുള്ളവനെ കുറ്റം പറയാനും തെറി വിളിക്കാനും നാവിനും രക്തത്തിനും വല്ലാത്ത തിളപ്പ് വരും. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ സ്വഭാവം അറിയോ? ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ പടക്കപ്പെട്ട നേതാവാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ വഴിപ്പെടുന്ന ഒരു മുഅ്മിനെയും ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു മുസ്ലിമിനെയും ഒരു അയൽക്കാരനെയും ഒരു അയൽവാസിയല്ലാത്തവനെയും തെറി വിളിക്കാൻ കഴിയൂല. അതിന് നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും മറ്റുള്ളവനെ തെറി വിളിക്കൽ അനുവദിക്കാൻ ഇസ്ലാമിന് വകുപ്പില്ല. ഞാനിത് പറയുമ്പോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരങ്ങനെ തെറി വിളിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് വെറുപ്പ് പിടിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു രാഷ്ട്രീയവുമില്ല. ഞാൻ രാഷ്ട്രീയക്കാരോട് മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയിലാകട്ടെ അല്ലാത്ത വിഷയത്തിലാകട്ടെ ഒരു വിഷയത്തിലും നിങ്ങൾക്ക് വെറുപ്പ് പിടിച്ചാൽ നിങ്ങളെ നാവ് കൊണ്ട് വെറുപ്പിന് നിയന്ത്രണമില്ലാത്ത നിലക്ക് മറ്റുള്ളവരെ തെറി വിളിക്കുന്ന സ്വഭാവം അരുതേ മുസ്ലിമേ. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അള്ളാഹു കണക്കാക്കിയതൊക്കെ നമുക്ക് വരും, അള്ളാഹ് കണക്കാക്കിയതൊക്കെ നമുക്ക് കിട്ടും, അള്ളാഹ് കണക്കാക്കിയതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിന് നിങ്ങൾ എന്ത് മുത്തലാക്കുന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരോ എന്ത് പേരും പറഞ്ഞോളൂ, അള്ളാഹ് കണക്കാക്കിയതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. ഇതുറച്ച് വിശ്വസിക്കുന്നവനാകണം വിശ്വാസി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. അള്ളാഹു ആണ് കൊടുക്കുന്നവനെന്ന് ഉറച്ച് വിശ്വസിച്ചു, അവൻ മാത്രമേ തടയുന്നവനുള്ളൂ എന്നുറച്ച് വിശ്വസിച്ചു. അങ്ങനെയാ ജീവിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്
അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ ഭരണം നടത്തിയ വലിയ ഭരണാധികാരിയല്ലേ. നീട്ടിക്കൊണ്ടുപോകാൻ ഇനി സമയമില്ല, പ്രസംഗം തുടങ്ങാൻ അല്പം വൈകിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇവിടെ പ്രസംഗം തുടങ്ങാൻ ആളുകൾ എത്താത്തതുകൊണ്ട് അല്പം വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വൈകിട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. വൈകിപ്പോയാൽ നാളെ എല്ലാവരും നേരത്തെ എത്താൻ ബുദ്ധിമുട്ടാകും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ ഭരണം നടത്തിയ വലിയ മഹാനല്ലേ. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ മനസ്സിലായി പോയി, എന്റെ മരണം അടുത്തു പോയി. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ച് കിടന്നപ്പോ മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇതെന്റെ മരണത്തിന്റെ കിടപ്പാണ്. എങ്ങനെ മനസ്സിലായി? ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ആര്? ഏതോ ഭരണം നടത്തുന്നയാളല്ല, വേറെ ഏതോ രാഷ്ട്രീയക്കാരൻ ചെയ്ത പണിയല്ല, മറിച്ചോ സ്വന്തം ഖാദിമെടുത്തു വെച്ച പണിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇസ്ലാമിക റിപ്പബ്ലിക്കില് വലിയ സംഭാവന നൽകിയ മഹാനല്ലേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണം നടത്തിയ മഹാനാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണത്തില് ഖാദിമ് വിഷം ചേർത്ത് കൊടുത്തുപോയി. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ ഒരു നിരക്ക് ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത കാരണത്താലാണോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായത്, അല്ല മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്ന അഭിപ്രായ ഭിന്നതയുണ്ട്. എന്തായാലും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മഹാനവറുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തതിന് പങ്കുണ്ട് കേട്ടോ. മനസ്സിലായി, എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് ഏതെങ്കിലും അപ്പുറത്തെ വീട്ടുകാരനോ വേറെ ഏതെങ്കിലും ആളുകളോ അല്ല, മറിച്ച് സ്വന്തം ഭക്ഷണം എപ്പോഴും തയ്യാർ ചെയ്തു കൊടുക്കുന്ന ഖാദിമാണ്. ഖാദിമ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിപ്പിച്ചു, മോനെ. അയാളോട് പോലും വെറുപ്പില്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്. മഹാന്മാരെ മനസ്സ് നോക്കണേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് പാഠമാണ്. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത മനുഷ്യനെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചിട്ട് ചോദിക്കാണ്, മോനെ നിനക്കെന്ത് പറ്റിപ്പോയി? എന്തിനാ നീ എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കാലിങ്ങനെ കിടുകിടാ വിറക്കുകയാണ് ഖാദിമ്. എന്ത് വിധി വരുമെന്നറിയൂല. ഭരണാധികാരിയുടെ ഭക്ഷണത്തിലല്ലേ വിഷം ചേർത്തത്. വിചാരിച്ചതുപോലെ വിഷം ചേർത്തിട്ട് കഴിച്ച ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ മരിച്ചില്ലല്ലോ. ഭരണാധികാരി പിടിച്ചുപോയല്ലോ. ഭരണാധികാരി നേരിൽ വിളിച്ചിട്ട് ചോദിക്കാണല്ലോ, മോനെ എന്താ നിനക്ക് പറ്റിപ്പോയത്? എന്തിനാ മോനെ നീ എന്നോട് ഈ ക്രൂരത ചെയ്തത്? ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ ചോദിക്കുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പക്ഷെ അടിമ പേടിച്ചിങ്ങനെ പെർക്കാണ്, ഞാൻ എന്ത് മറുപടി പറയും? ഓ സയ്യിദവറുകളെ, എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ചെറിയൊരു ചിന്തക്കുറവാണ്. ഈ നാട്ടിലെ ചില ഉമറാക്കൾ എന്നോട് പറഞ്ഞു, 1000 ദീനാറ് നിങ്ങൾക്ക് തരാം, 1000 ദീനാറ് തരാം. ദീനാറ് തരും, എന്നാൽ എന്ത് ചെയ്യണം? തരണമെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ ഭക്ഷണത്തിലൊന്ന് വിഷം ചേർത്ത് കൊടുക്കണം. 1000 ദീനാറ് തരുമെന്ന് പറഞ്ഞപ്പോ ഭൗതിക ലോകത്തെ സ്നേഹിക്കുന്ന ഞാൻ, ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാത്ത ഞാൻ, ദുന്യാവ് കണ്ടപ്പോൾ അങ്ങയുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തന്നുപോയി. മാപ്പാക്കുമോ സയ്യിദേ? മാപ്പ് തരുമോ അമീറുൽ മുഅ്മിനീൻ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ ടെൻഷൻ അടിക്കണ്ട,
മോനെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിനക്കത് മാപ്പ് തന്നിരിക്കുന്നു, ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, നീ ടെൻഷൻ ആകേണ്ടതില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു നിർത്തിയില്ല. ഓ ഖലീഫമാരേ, 1000 ദീനാർ ഫഖർ വന്നപ്പോൾ അവൻ എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്തുവല്ലേ. നാട്ടിലെ ആരൊക്കെ ഫഖർ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊക്കെയും ഖജനാവിൽ നിന്ന് 1000 ദീനാർ എടുക്കു തീർത്ത് സദഖ ചെയ്തോ. എന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത ഫഖർ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തോളൂ 1000 ദീനാർ. അധികാര കയ്യിലുകളെ കയ്യിൽ നിന്ന് മോനെ നീ പണം വാങ്ങിയിട്ട് നിന്റെ ആഖിബത്ത് നഷ്ടപ്പെടുത്തണ്ട. നിന്റെ ചിന്തക്കുറവിൽ നിനക്ക് സംഭവിച്ചു പോയ തെറ്റ് ഞാൻ നിന്നോട് പൊറുത്തപ്പെട്ടു തന്നിരിക്കുന്നു. ഞാൻ പൊറുത്തത് കൊണ്ട് മാത്രം പോരാ, ലോകസിട്ടാവായ റബ്ബിനോട് പൊറുക്കൽ ചോദിക്കാൻ നീ ബാധ്യസ്ഥനാണ്. എനിക്കത് എന്നോട് പൊരുത്തമാണ്, നീ റബ്ബിനോട് പൊറുക്കൽ ചോദിച്ചു, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, 1000 ദീനാർ ആ മനുഷ്യന്റെ കയ്യിലെത്താൻ അന്ന് തീരുമാനിച്ചു. പക്ഷേ അയാൾ തീരുമാനിച്ചത് എനിക്ക് ഹലാലായ വഴിയിൽ വേണ്ട, ഹറാമായ വഴിയിൽ വേണം. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വല്ലാത്ത പാഠമുള്ള ചരിത്രമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഈ പാവപ്പെട്ട മുതല്ലിമായ എന്റെ കയ്യിൽ ഇത്ര പണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഏകദേശം അല്ലാഹു കണക്കാക്കിയ പണം എത്രയാണോ അത് ഈ കൈകൊണ്ട് വിനിമയം നടത്താതെ ഈ മുതല്ലിമ മരിച്ചു പോകൂല. ആ പണം ഈ കൈ സ്പർശിക്കാതെ മരിക്കൂല. എന്റെ കയ്യിൽ എത്ര പണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടോ അതെന്റെ അതേ ഖജനാവില് വരാതെ എന്റെ റൂഹ് എന്റെ റബ്ബ് പിടിക്കൂല. ഇത് തന്നെയായ എല്ലാവരെയും സ്ഥിതി. ഇതിൽ വിശ്വാസം കുറയുമ്പോഴാണ് പ്രസംഗിക്കാൻ പോകുമ്പോ എനിക്ക് ഇത്ര കിട്ടണമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. എന്താ കാരണം? എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയ പണം എന്റെ കയ്യിൽ വരാതെ ഞാൻ മരിക്കൂല. അന്യന്നത് കട്ടെടുക്കണമെന്ന് തോന്നുന്നത് അതെ അവന്റെ മനസ്സിൽ എന്റെ കയ്യിലേക്ക് ഞാൻ അല്ലാഹു കണക്കാക്കാത്ത പണം എന്റെ കയ്യിലാക്കി കളയാമെന്ന ചിന്ത വരുമ്പോഴാണ്. ഇല്ല മുസ്ലിമേ, 1,00,000 നിന്റെ കൈ കൊണ്ട് വിനിമയം നടത്താനുള്ള തീരുമാനിച്ചെങ്കിൽ, 1 കോടി റബ്ബ് നിന്റെ കൈ കൊണ്ട് വിനിമയം നടത്താനുള്ള തീരുമാനിച്ചെങ്കിൽ അത് നിന്റെ കയ്യിലെത്താതെ നീ മരിച്ചു പോകൂല്ല. ഇതുറച്ച് വിശ്വസിക്കണേ മുസ്ലിമേ. അങ്ങനെ വിശ്വസിച്ചാലോ പിന്നെ കളവ് നടത്തൂല, അന്യന്റെ സമ്പത്ത് കട്ടെടുക്കൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടവരല്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ കുതിരപ്പുറത്തല്ലാതെ കുറച്ച് നടന്നിട്ട് പോകണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുതിരന്റെ കടിഞ്ഞാണ് ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു. മോനെ നീ കുതിരയെ ശ്രദ്ധിക്കണം, ഞാൻ പെട്ടെന്ന് പോയി വരാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയല്ലേ, ഏൽപ്പിച്ചിട്ട് പോയി. തിരിച്ചു വരുമ്പോ എന്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചൊരാള് കാത്തിരിക്കുന്നുണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണമല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 ദീനാർ കയ്യിൽ പിടിച്ചു. ആ 2 ദീനാറും കയ്യിൽ പിടിച്ച് കുതിരയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ കുതിര എവിടെയും പോയിട്ടില്ല. കാരണം കുതിരക്ക് ചിന്താശേഷിയുണ്ട്. പക്ഷേ കുതിരനെ നോക്കാൻ ഏൽപ്പിച്ച മനുഷ്യനായ കുതിര ആ കുതിരനെ കാണുന്നില്ല. കുതിരനെക്കാൾ അതപ്പതിച്ചവനായി പോയി അവൻ. എന്തേ കാരണം? ഖുർആൻ പറഞ്ഞില്ലേ ചില മനുഷ്യന്മാരെ കുറിച്ച് അവരും മൃഗങ്ങളെ പോലെ അതപ്പതിച്ചവരാണ്. അവരെ കുറിച്ച് മൃഗം എന്ന് പറയാൻ പറ്റൂല, ബൽഹും മദൽ, മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോയവരാണ്. നിങ്ങൾ കണ്ടില്ലേ കോഴിയെ വളർത്തുന്ന വീട്ടില് ഒരു കൂട്ടിൽ 2 ദിവസം അടച്ചിട്ടപ്പോ ആ കോഴിക്ക് മനസ്സിലായി ഇതെന്റെ മുതലാളിയാണ്. ആ മുതലാളിയുടെ വീട്ടിലേക്ക് പോകാൻ ആ കോഴി റെഡിയാണ്. പക്ഷെ ആ മുതലാളി അറിയാതെ കോഴിയെ പിടിച്ചറക്കുന്നവനോ ചിന്തയില്ലാത്തവനല്ലേ? ബൽഹും മദൽ, മൃഗത്തെക്കാൾ അതപ്പതിച്ചവൻ അവനല്ലേ? അവനെ പോലെ അതപ്പതിച്ചവൻ പിന്നാരാ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ മൃഗം അവിടെയുണ്ട്, പക്ഷേ അത് നോക്കാൻ ഏൽപ്പിച്ച കുതിരയില്ല. മൂപ്പർ എവിടെ പോയി? കുതിരന്റെ കടിഞ്ഞാണ് കഴിച്ചിട്ട് പോയി. എവിടെ? അങ്ങാടിയിൽ പോയതാ വിൽക്കാന്.
കടിഞ്ഞാണ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പോയതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇറങ്ങി. ടൗണിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഏതാ കടിഞ്ഞാണ് വിൽക്കുന്നു. എത്ര ഉറുപ്പിയ മോനെ കടിഞ്ഞാണിന്? 2 ദീനാറാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹദിയ കൊടുക്കാൻ പിടിച്ച 2 ദീനാർ കൊടുത്തു. ആ കടിഞ്ഞാണിങ്ങ് തിരിച്ചു വാങ്ങി. മഹാനവർകൾ ചോദിക്കുകയാണ്, അല്ല എന്തൊരു മനുഷ്യന്മാരാണ്. അള്ളാഹു ഒരു മനുഷ്യന്റെ കയ്യിൽ വിനിമയം നടത്താൻ കണക്കാക്കിയ പണം അതവന്റെ കയ്യിലെത്താതെ അവൻ മരിക്കില്ലല്ലോ. അവന്റെ കയ്യിൽ അള്ളാഹു 2 ദീനാർ എത്താൻ തീരുമാനിച്ചിരുന്നു. അതിന് അള്ളാഹു എന്റെ മനസ്സിലിട്ട് തന്നു 2 ദീനാർ ഹദിയ കൊടുക്കണം. പക്ഷേ അവൻ തീരുമാനിച്ചു എനിക്ക് ഹലാലായ വഴിയിൽ വേണ്ട, എനിക്ക് ഹറാമായ വഴിയിലൂടുള്ളതേ വേണ്ടൂ. ഹറാം സമ്പാദിച്ചു പോയി. ഓ മുസ്ലിമേ, ഇത് തന്നെയല്ലേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഉപദേശിച്ചത്, മോനെ ലോകം മുഴുക്കെ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹ് കണക്കാക്കിയതല്ലാതെ നിനക്ക് ഭവിക്കൂല.